അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാനഡയിലാണ്. ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു 2-3 വീക്സ് ലീവിന് വന്നതാണ്. രീഷ്മയുടെ അടുത്തേക്ക് വെക്കേഷൻ വന്ന. സോ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഒരു ഈവനിങ് ജസ്റ്റ് പതുക്കെ ഇപ്പോൾ നമ്മൾ ടൊറൻറ്റോയിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 1 hour കിച്ചണെന്ന് പറയും. സോ നമ്മളിപ്പം കറൻ്റ് ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയാണ്. ഈവനിങ് വാക്കിന് പറയുമ്പോൾ കിച്ചണറിൽ ഹൂറോൺ നാച്ചുറൽ, ഇതിൻ്റെ പേരെങ്ങനെ? ഹൂറോൺ നാച്ചുറൽ റിസർവ് സംതിങ് നീ ഇവിടെ ഉള്ളതല്ലേ? ഹൂറോൺ നാച്ചുറൽ റിസർവ് എന്ന് പറയും, നാച്ചുറൽ പാർക്ക് എന്ന് പറയും. അപ്പം ജസ്റ്റ് എന്താ പറയുന്നത്, നമ്മളൊരു ചെറിയൊരു വാക്കിന് ഇറങ്ങിയ ഇവിടെ ജസ്റ്റ് എന്താ പറയുന്നത് കുറേ ഒരു ഓൾമോസ്റ്റ് 50 acres ഉള്ളൊരു നാച്ചുറൽ കുറേ പ്ലാന്റ്സും കുറേ അങ്ങനെ ഒരു വെറൈറ്റി എന്താ പറയുന്നത് കുറച്ച് അനിമൽസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുന്നത് കുറച്ച് ഈ ബേർഡ്സും അങ്ങനെയുള്ള ഒരു നാച്ചുറൽ റിസർവാണ്. സോ നമുക്ക് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. പക്ഷേ ലാസ്റ്റ് ടൈം വന്നപ്പോൾ മൊത്തം സ്നോ ആയിരുന്നു. അത് ഫുൾ എന്നാ പറയുന്നത് അന്ന് മൊത്തത്തിൽ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഏരിയ ആയിട്ടാണ് തോന്നിയത്. കാരണം ഫുള്ള് സ്നോയി മൊത്തം വൈറ്റ് കളറായിരുന്നു. ഇപ്പോൾ പക്ഷേ നല്ല രസമുണ്ട്, ഫോൾ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഫോൾ ആറായി. സോ അപ്പം എല്ലാം ഒരു എങ്ങനെ പറയുന്നത് ഫുള്ളി ഒരു യെല്ലോ റെഡ് കളറൊക്കെയാണ്. സോ നമുക്കപ്പോൾ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. വലിയ കാര്യമായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വാക്കിനോ അല്ലെങ്കിൽ ഒരു പിക്നിക്കിനൊക്കെ ആയിട്ട് കൊള്ളാം. ജസ്റ്റ് എൻട്രി ഫ്രീ ആണ്. സോ പിന്നെ കിച്ചണറിൽ നിന്ന് ഏകദേശം ഒരു 10-15 minutes ഡ്രൈവ് ഉണ്ട്. പിന്നെ പാർക്കിംഗ്, അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഉണ്ട്. ടോയ്ലറ്റ്സും അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ടോയ്ലറ്റ്സും വാഷ്റൂംസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ ടേബിൾസ് ഉണ്ട്. പിക്നിക്കൊക്കെ ആയിട്ട് മീൻസ് വരാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഒരു അത്യാവശ്യം കുറച്ച് നടക്കാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നടന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഏതാ ഇത്? പക്ഷേ രസമുണ്ട് കാണാനേ. ഒരു ഏതോ കാട്ടിനകത്തൊക്കെ ചെന്ന പോലെ. ഏതാ? ഇതിപ്പോൾ ഫോൾ ആയതുകൊണ്ടല്ലേ ഇതെല്ലാം ഇങ്ങനെ നല്ല റെഡ് ആയിട്ടിരിക്കുന്നല്ലേ? കൊള്ളാം, രസമുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം വിൻ്ററിൽ വന്നപ്പോൾ മൊത്തം ഐസും, പക്ഷെ അത് പക്ഷേ വേറൊരു ലുക്ക് തന്നെയായിരുന്നു. ഇത് ഒരു ഡിഫറെൻറ്റ് ലുക്ക്. കൊള്ളാം. ഓരോ സീസണിലും ഓരോ ലുക്കാണ് ഇവിടെ അല്ലേ? എന്തത്? അത് റീലാക്കിയാൽ മതി അല്ലേ? എടുക്കാൻ നോക്കാം. നടന്ന് ക്ഷീണിച്ചു. എന്താ നടക്കണ്ട? വെള്ളമുള്ള സ്ഥലത്ത് എനിക്കൊന്ന് പോയി കറങ്ങി നിൽക്കുവാ കേട്ടോ. ഇതുവഴി ഇങ്ങനെ പോവാം. വീണ്ടും കറങ്ങാൻ പോയി. അവിടെ വേറെ എന്തോ ആണ്, എന്തോ ബേർഡ്സിൻ്റെ എന്തോ സിമ്പിളാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ നിന്നപ്പോൾ അവിടെ ബട്ടർഫ്ലൈയുടെ സിമ്പിളാണ് കൊടുത്തിരുന്നത്. പക്ഷെ അവിടെ ബട്ടർഫ്ലൈ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ എന്താ ബട്ടർഫ്ലൈയുടെ സിമ്പിൾ ഉണ്ട്. പക്ഷേ ഇത് പക്ഷേ വേണ്ട നേരെ പോവാം. നീ ഇറക്കാൻ വയ്യ. അത് ശരി. അച്ഛൻ ആദ്യമായിട്ടല്ലേ പോകുന്നത്? ആദ്യമായിട്ടല്ലേ? മടുത്താ? നമ്മൾ അവിടെ എന്താ പറയുക, അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഓ അത് ശരി. നമ്മളിങ്ങനെ കറങ്ങി വന്നു. അന്ന് സ്നോ അല്ലായിരുന്നു. ഇവിടെ അന്ന് നമ്മൾ തിരിച്ചു വന്നപ്പോഴേ ഒരു ലേക്ക് കണ്ടില്ലേ? പക്ഷെ അന്ന് ഈ ഭാഗത്ത് ഞാനതായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ നടന്നു നോക്കാം. പക്ഷെ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ബേർഡ്സിനെയും കണ്ടില്ല, ഒന്നിനെയും കണ്ടില്ല. ചുമ്മാ എന്താ പറയുന്നത് പറയാം. പക്ഷെ ഒരു രസമുണ്ടല്ലേ, ഒരു വൈകുന്നേരം വാക്കിന് കൊള്ളാം, നടക്കാൻ കൊള്ളാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടാ? നേരെ നടക്കാൻ വെച്ച് എനിക്കും കൂടുതൽ. പക്ഷെ ഇതെല്ലാം രസമുണ്ട്. ഫുള്ള് യെല്ലോ കളറാണ്, മൊത്തം രസമുണ്ട്. അങ്ങോട്ട് എനിക്ക് അതാ വരുന്ന വഴിയാണ് ആയിരിക്കും. അങ്ങോട്ട് വന്നു. ഇവിടെ അതാണ് വാട്ടർ ബോർഡ്. അറിയില്ല, കുഴപ്പമില്ല. വാ നമുക്ക് പോവാം. അവിടെ വരുന്നുണ്ട്.
നമ്മൾ പോയ വഴി അല്ലേ? മീൻ പിടിക്കുന്നിടത്താണ് പോയിട്ട് ആര് പറഞ്ഞു? ചൂണ്ടയൊക്കെ ഇട്ട് പോയി. അതാ ഞാൻ പറഞ്ഞു അവിടെ എന്തോ ഒരുത്തുണ്ടെന്ന്. അതൊക്കെ നോക്കിട്ട് വരും. ഏതായാലും നാളത്തെ ഓപ്പല്ലേ നോക്കുക. അങ്ങോട്ട് പോകാനാ? അവിടെ ഇവിടെ അതാ പറഞ്ഞു എനിക്ക്. നമ്മളാ കറങ്ങി എനിക്കൊന്ന് നമ്മളാ പോയ വഴി അവിടുന്ന് കറങ്ങി വരണം. ഇങ്ങോട്ട് വരും. എന്നാൽ പിന്നെ പതുക്കെ പോയേക്കാം. വാ, കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചുമ്മാ ഒരു പോക്കില്ല, അത്രേ ഉള്ളൂ. ഇനി എങ്ങോട്ടാ നോക്കാം. ആ വണ്ടി കയറും. എന്തായാലും വേറെ പിന്നെ ഒരു 10 മിനിറ്റ് പോക്ക് അത്രേ ഉള്ളായിരുന്നു അല്ലേ? കുഴപ്പമില്ല, ഒരു ഈവനിങ് എക്സസൈസ്. ആ കയറിക്കും. കയറുമോ? ഓഫ് ചെയ്തു.